രാജ്യ താൽപര്യം സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടേതായി വന്ന ഒരു പ്രസ്താവന, റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, റഷ്യയെ ദുർബലമാക്കുന്നതിന് വേണ്ടിയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി ഇത്ര വലിയ തീരുവ ചുമത്തുന്നത് എന്ന ഒരു പൊള്ളയായ വാദമാണ് ഉയർത്തിയത്. ഏതായാലും കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാടുകൾ എടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ വിവിധ മേഖലകളെ എങ്ങനെയാണ് ഈ താരിഫ് വർധന ബാധിക്കുന്നതെന്ന് നോക്കാം. വില എന്തായിരുന്നു എന്നതുകൂടി നോക്കണം. പഴയ തീരുവയും പുതിയ തീരുവയും നമുക്ക് പരിശോധിച്ചാൽ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഭീഷണി നേരിടുന്ന പ്രധാന മേഖല എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് മേഖലയാണ്. അതിൽ തന്നെ നിറ്റഡ് തുണിത്തരങ്ങൾക്ക് 13.9% പഴയ താരിഫെങ്കിൽ അത് ഇപ്പോൾ 63.9% എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. വൂവൻ തുണിത്തരങ്ങൾക്ക് അത് 10.3 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 60.3 മാറിയിരിക്കുന്നു. വലിയ ഒരു വർധനയാണ് ടെക്സ്റ്റൈൽസ് മേഖലയിൽ തീരുവയിൽ ഉണ്ടായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ രംഗത്തെ ഒരു പ്രധാന വിപണിയാണ് അമേരിക്ക. ഇത്രയധികം വർധന തീരുവയിൽ ഉണ്ടാകുമ്പോൾ അത് വലിയ തിരിച്ചടി ടെക്സ്റ്റൈൽസ് മേഖലയ്ക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊന്ന് ചെമ്മീൻ ആണ്. അതായത് സമുദ്രോൽപ്പന്ന കയറ്റുമതി, അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെയും ബാധിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി. പ്രത്യേകിച്ച് ചെമ്മീന് 10% പഴയ തീരുവെങ്കിൽ അത് 60% ഉയർന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേരളത്തെയും ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. റെഡിമെയ്ഡ് തുണിത്തരങ്ങളുടെ കാര്യത്തിൽ 9% തീരുവെങ്കിൽ അത് 59% ഉയർന്നിരിക്കുന്നു. പുതിയ തീരുവ പ്രാബല്യത്തിൽ വന്നതോടെ എന്നാണ്. മറ്റൊന്ന് പരവതാനികൾ, അത് 2.9% താരതമ്യേന ചെറിയ തീരുവയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് 52.9% എന്ന നിരക്കിൽ കുത്തനെ കൂടുന്ന ഒരു നിലയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന് ഫർണിച്ചറാണ്. അത് 2.3% അത് 52.3%, 50% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. രത്നവും സ്വർണവും അതിലൊരു പ്രധാന ഇന്ത്യ കയറ്റുമതി ചെയ്തിരുന്നതിൽ രത്നവും സ്വർണവും പ്രധാനപ്പെട്ടതായിരുന്നു. അതിന് 2.1% നേരത്തെ തീരുവയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 52.1% മാറിയിരിക്കുന്നതാണ്. സ്റ്റീൽ, അലുമിനിയം, ചെമ്പ് അതിൻ്റെയൊക്കെ ഉൽപ്പന്നങ്ങൾ, അതിനൊക്കെയും 1.7% പഴയ തീരുവയെങ്കിൽ ഇപ്പോഴത് 51.7% എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. മറ്റൊന്ന് മെഷീനറികളാണ്, പലതരം ഉപകരണങ്ങൾ, അതിനൊക്കെ തന്നെയും 1.3% പഴയ തീരുവെങ്കിൽ ഇപ്പോൾ 51.3% തീരുവ എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ്. 25% തീരുവയാണ് ചുമത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഇരട്ടിയായി മാറുന്നു. 50% തീരുവ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അമേരിക്കയുമായി യാതൊരു തരത്തിലും ഒരു സന്ധിയിലേക്ക് പോകേണ്ട എന്നതുകൊണ്ട് തന്നെയായിരിക്കണം ട്രംപ് പലതവണ ഫോണിൽ വിളിച്ചിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറ്റൻഡ് ചെയ്യാതിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല, രാജ്യ താൽപര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകുന്നു. ബ്രിക്സ് രാജ്യങ്ങളുടെ ഉൾപ്പെടെ പിന്തുണ തേടുന്നുണ്ട്. PR സുനിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ 40 രാജ്യങ്ങളുമായി ഇന്ത്യ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിലേക്ക് എത്രത്തോളം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നോ അത്രയും തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഏതായാലും തീരുവ യുദ്ധം അടുത്തൊന്നും തീരില്ല എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.